നമസ്കാരം, ഞാൻ സിജു രാജൻ. തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളൊരു വാചകമാണ്. ഇത് ബിസിനസ്സിൽ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലെ പൊട്ടാറ്റോ ചിപ്സ് മാർക്കറ്റിൻ്റെ 50% കൈയടക്കിയിട്ടുള്ള ഒരു ബ്രാൻഡ് ഏതായിരിക്കും? അതുതന്നെയാണ് ലെയ്സ്. ലെയ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടും അത് എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രത്തോളം വളർന്നു എന്നതിനെ കുറിച്ചിട്ടുമാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്തിന് ഞാനിത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ പലപ്പോഴും പല സ്ട്രാറ്റജീസും എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ അറിയേണ്ടത് അനിവാര്യമാണ്. കാരണം ചരിത്രത്തിൽ പലപ്പോഴും ബിസിനസ്സുകൾ ഫേസ് ചെയ്തിട്ടുള്ള പല പ്രതിസന്ധിക്കും അവർ കണ്ടെത്തിയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഒരുപക്ഷെ നമുക്ക് അതേപോലെ തന്നെ അനുകരിക്കാൻ കഴിഞ്ഞെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് വിദ്യാർത്ഥികളായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കുന്നത് അവർക്ക് വലിയ രീതിയിൽ ഉപകരിക്കും. അപ്പോൾ നമുക്ക് ലെയ്സിൻ്റെ ചരിത്രവും അവരുടെ പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ലെയ്സ് ആദ്യമായിട്ട് വിൽക്കുന്നത് 1932 യു എസിൽ ഒരു കാറിൻ്റെ ബാക്കിൽ വെച്ചിട്ടായിരുന്നു പ്രോഡക്റ്റ് ആദ്യമായിട്ട് വിറ്റിരുന്നത്. അത് ഗ്രേറ്റ് ഡിപ്രഷൻ ടൈമിലായിരുന്നു. ഹെർമാൻ ലെയ്സ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആദ്യമായിട്ട് ലെയ്സ് വിറ്റിരുന്നത്. ഹെർമാൻ ലെയ്സ് ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ പിച്ച് ചെയ്തത്, ആൾക്കാർക്കിടയിൽ പിച്ച് ചെയ്തത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം, അതും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം, ആ രീതിയിൽ തന്നെയായിരുന്നു. പിന്നീട് മിസ്റ്റർ ലെയ്സ് പുതിയൊരു സ്ഥാപനം ആരംഭിച്ചു. ബാരറ്റ് ഫുഡ് കമ്പനി എന്ന് പറയുന്ന പേരിലാണ് ആരംഭിച്ചത്. പിന്നീട് അത് റീനെയിം ചെയ്ത് HW ലേ ലിങ്കോ ആൻഡ് കമ്പനി എന്ന് പറയുന്ന പേരിൽ അതിനെ മാറ്റി. അതിനുശേഷം ആ ഒരു സമയത്ത് തന്നെയാണ് ചാൾസി ഡൂളിൻ എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ കോൺ ചിപ്സും ഫ്രൈഡ് ഐറ്റംസും എല്ലാം വിൽക്കാനായിട്ട് തുടങ്ങിയത്. ആൻഡ് ദ ഫ്രിട്ടോ കമ്പനി എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് പിന്നീട് ഈ ലേ കമ്പനി ഫ്രിട്ടോ കമ്പനിയുമായിട്ട് മേർജ് ചെയ്തു 1961. അങ്ങനെയാണ് ഫ്രിട്ടോ ലേ എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് അവർ മാറിയത്. പിന്നീട് പെപ്സിക്കോവുമായിട്ട് 1961 അത് മേർജ് ചെയ്തു. ടെലിവിഷനിൽ ആദ്യമായിട്ട് പരസ്യം നൽകുന്ന ബ്രാൻഡുകളിൽ ഒന്നായിരുന്നു ലെയ്സ് എന്ന് പറയുന്നത്. ഒരു അനിമേറ്റഡ് ക്യാരക്ടറിനെ കൊണ്ട്, ഓസ്കാർ എന്ന് പറയുന്ന പേരിലുള്ള ഓസ്കാർ ദ ഹാപ്പി പൊട്ടാറ്റോ, അത്തരത്തിലുള്ളൊരു അനിമേറ്റഡ് ക്യാരക്ടറിനെ വെച്ചിട്ട് ആയിരുന്നു അവരുടെ പരസ്യം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലെയ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് 1995 അതുവരെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിട്ടുള്ള ഒരു ബ്രാൻഡ് അങ്കിൾ ചിപ്സ് ആയിരുന്നു. അങ്കിൾ ചിപ്സിൻ്റെ മേജർ കോമ്പറ്റീറ്റർ ആവാനായിട്ട് ലെയ്സിന് 5 വർഷമേ സമയം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അങ്കിൾ ചിപ്സിനെ മറികടന്നുകൊണ്ട് ലെയ്സ് വലിയ രീതിയിൽ അവർക്ക് വളരാനായിട്ട് കഴിഞ്ഞു. വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഷെയർ അവർക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞു. ഇന്ത്യൻ മാർക്കറ്റിൽ ലെയ്സ് എടുത്തുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ആൻഡ് അഡാപ്ഷൻ സ്ട്രാറ്റജി ആയിരുന്നു. മറ്റുള്ള രാജ്യങ്ങളിൽ എടുത്തിട്ടുള്ള അതേ സ്ട്രാറ്റജി അല്ല അവർ ഇന്ത്യയിൽ എടുത്തിട്ടുള്ളത്. കാരണം വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനത്തും ഓരോ കൾച്ചറാണ്, ഓരോ രുചികളാണ്. അതിനനുസരിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും പ്രോഡക്റ്റ് ബിൽഡിംഗ് സ്ട്രാറ്റജീസും അവരെടുക്കുകയുണ്ടായി. ഇന്ത്യയിലെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ച് അവർക്ക് പുതിയ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള അവരുടെ ഒരു ഫ്ലേവർ ആയിരുന്നു മാജിക് മസാല എന്ന് പറയുന്നത്. മാജിക് സ്പൈസസ് യൂസ് ചെയ്തിട്ടുള്ള ആ മാജിക് മസാല, ലെയ്സ് മാജിക് മസാല എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ നാവുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രുചികളിലൊന്നായിരുന്നു അത്. മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. കാരണം ആൾക്കാർ വില നോക്കിയിട്ടാണ് പലപ്പോഴും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ടേസ്റ്റിൽ വലിയ രീതിയിലുള്ള ഡൈവേഴ്സിറ്റി കൊണ്ടുവന്നു ഇന്ത്യൻ മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള രുചി വൈവിധ്യം അവർക്ക് അവരുടെ ഉൽപ്പന്നത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗ്ലോബലി തിങ്ക് ചെയ്തു, പക്ഷേ അവർ ലോക്കലി ആക്ട് ചെയ്തു. മറ്റൊന്ന് പ്രൈസിൻ്റെ കാര്യത്തിലാണ്. 5 രൂപയുടെ പാക്കറ്റ്, 10 രൂപയുടെ പാക്കറ്റ്, 20 രൂപയുടെ പാക്കറ്റ്, 25 രൂപയുടെ പാക്കറ്റ്, അത്തരത്തിൽ വൈഡ് റേഞ്ച്, 5 രൂപ മുതൽ 25 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പാക്കറ്റ്സ് വരെ, അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള പ്രോഡക്റ്റ്സ് അവർക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഇന്ത്യക്കാർക്ക് വിദേശ രുചികൾ ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്, പക്ഷേ എല്ലാ വിദേശ രുചികളും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ടീം ഉണ്ടായിരുന്നു. ആ റിസർച്ച് ടീമിൻ്റെ പഠനപ്രകാരം ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വിദേശ രുചികൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ രുചികളിലുള്ള പ്രോഡക്റ്റ്സ് ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അത്തരത്തിലുള്ള കുറച്ച് ഫ്ലേവേഴ്സാണ് മാജിക് മസാല, ടാങ്കി ടൊമാറ്റോ, മസ്താന മാംഗോ, ക്ലാസിക് സോൾട്ട്, അമേരിക്കൻ സ്റ്റൈൽ ക്രീം ആൻഡ് ഓണിയൻ, ചാട്ട് ചസ്ക, ഇത്തരത്തിലുള്ള കുറച്ച് ബ്രാൻഡ്സ് ആൻഡ് ആൾസോ ഇത്തരത്തിൽ കുറച്ച് ഫ്ലേവേഴ്സ് ആൻഡ് ആൾസോ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ്. അതായത് 50% കുറഞ്ഞ ഫാറ്റിലുള്ള
ചിപ്സും അവർ ലോഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. എൻ്റെ കയ്യിൽ 5 രൂപയേ ഉള്ളൂ, കുഴപ്പമില്ല, 5 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്ക് സ്പൈസി ആയിട്ടുള്ള സാധനം ഇഷ്ടമല്ല, കുഴപ്പമില്ല, സാൾട്ടി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ്, വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് അവർക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ഫ്ലേവേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിന് അനുയോജ്യമായിട്ടുള്ള ഫ്ലേവേഴ്സ്, അതും ഇന്ത്യയിൽ പല ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനും അനുയോജ്യമായിട്ടുള്ള രുചികളിലുള്ള ഫ്ലേവേഴ്സ് അവർക്ക് ഇറക്കാനായിട്ട് കഴിഞ്ഞു. ഒന്ന്. 2, പ്രൈസിൻ്റെ കാര്യത്തിൽ വളരെ ചുരുങ്ങിയ പ്രൈസ് മുതൽ ഉയർന്ന പ്രൈസ് വരെയുള്ള ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഉള്ള പ്രോഡക്റ്റ് അവർക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇനി ഇവരുടെ മാർക്കറ്റിംഗിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. അവരുടെ പ്രധാനപ്പെട്ട ക്യാപ്ഷൻ എന്ന് പറയുന്നത് നോ വൺ ക്യാൻ ഈറ്റ് ജസ്റ്റ് വൺ എന്നതായിരുന്നു. ആൻഡ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഫൈറ്റ് ഫോർ യുവർ ഫ്ലേവേഴ്സ് എന്നതായിരുന്നു. ഫൈറ്റ് ഫോർ യുവർ ഫ്ലേവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കാം, ആ ഒരു മീനിങ് തരുന്ന കൈൻഡ് ഓഫ് ക്യാപ്ഷൻ ആയിരുന്നു അവർ പിന്നീട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഈ ഫൈറ്റ് ഫോർ യുവർ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് പ്രധാനപ്പെട്ട ഇന്ത്യൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന 2 മേഖലയിൽ നിന്നായിരുന്നു. ഒന്ന് ക്രിക്കറ്റും മറ്റൊന്ന് ബോളിവുഡും. ക്രിക്കറ്റിലെ ധോണിയും ആൻഡ് ആൾസോ ബോളിവുഡിലത്തെ സെയ്ഫ് അലി ഖാനും. എന്തുകൊണ്ട് ഈ 2 ആൾക്കാരെ ഫോക്കസ് ചെയ്തു? കാരണം ഇന്ത്യൻ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർ കാണുന്നത്, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ക്രിക്കറ്റ് കാണാനും സിനിമ കാണാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള 2 വ്യക്തികളാണ് ക്രിക്കറ്റിലുള്ളവരും സിനിമയിലുള്ളവരും. അത് നിങ്ങൾ നോർത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സൗത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും അറിയപ്പെടുന്ന 2 ആൾക്കാരാണ് ഇവർ. ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് പെപ്സിയും അവരുടെ ബ്രാൻഡ് അംബാസിഡർ ഷാറുഖ് ഖാനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം ക്രിക്കറ്റ് സ്റ്റാർസിനെ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പരിചയമായിട്ടുള്ള ആൾക്കാരെയാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ക്രിക്കറ്റ് ആൻഡ് ബോളിവുഡ് മേഖല. മറ്റൊന്ന്, ഇന്ത്യയിലെ ഓരോരോ ആഘോഷങ്ങൾക്കും ഓരോരോ ഈവൻറ്റുകൾക്കും അനുസൃതമായിട്ടുള്ള ക്യാമ്പയിൻസ് ഇവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി, ഇവർ സ്പോൺസർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ IPL നടക്കുന്ന സമയത്ത് IPLൻ്റെ സ്പോൺസേഴ്സിൽ ഒരാളായിട്ട് അവർക്ക് മാറാനായിട്ട് കഴിഞ്ഞു. അതിനനുസരിക്കുന്ന രീതിയിൽ അവരുടെ പാക്കേജിങ്ങിൽ അവർ കസ്റ്റമൈസേഷൻ കൊണ്ടുവന്നു, പരസ്യങ്ങൾ പുതിയ രീതിയിൽ കൊണ്ടുവന്നു. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 2014 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവർ വലിയ രീതിയിൽ അതിനനുസരിച്ചുള്ള ക്യാമ്പയിനിങ് നടത്തുകയുണ്ടായി. വോട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിൽ, വോട്ട് ചെയ്യാൻ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമ്പയിൻസ് അവർ നടത്തുകയുണ്ടായി. അതായത് ഓരോ ഈവൻസിനും അനുസരിക്കുന്ന രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസ് അവർ മുന്നോട്ടേക്ക് വയ്ക്കാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും മാർക്കറ്റിംഗ് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയല്ലേ. മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ്, ആൾക്കാർ ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്ന ഒരു വിഷയം എന്താണ്, ആ വിഷയത്തിനിടയിലായിരിക്കണം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അത് ഏറ്റവും നല്ല രീതിയിൽ പറ്റിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ലേസ് എന്ന് പറയുന്നത്. 2019 അവർ സ്മൈൽ ക്യാമ്പയിൻ ആരംഭിച്ചു. സ്മൈൽ എന്ന് പറയുന്ന പേരിൽ ഒരു ക്യാമ്പയിൻ. അത് പല രാജ്യങ്ങളിലും ആരംഭിച്ചു. US അവർ തുടങ്ങിയിരുന്നു, ഇന്ത്യയിൽ അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ US അവർ കൊടുത്തിട്ടുള്ള തീമിലല്ല അവർ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. US അവർ ചൂസ് ചെയ്തിട്ടുള്ള തീം മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന തീമായിരുന്നു. കാരണം പാൻഡമിക് നടക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു തീമിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അവർ സ്മൈൽ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ബോളിവുഡ്, ക്രിക്കറ്റ് ആൻഡ് ടേസ്റ്റ്, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു അവർ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. രൺബീർ കപൂറും ആലിയ ഭട്ടുമായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ പരസ്യം ഓർമ്മ കാണുമല്ലോ. ഈ പാക്കേജിൽ സ്മൈൽ ഫേസ് മാത്രം ഉണ്ടാകും. രൺബീർ കപൂർ ഒരു പാക്കേജ് ഇങ്ങനെ മുഖത്തിനോട് അടുത്ത് ചേർത്ത് വെക്കുന്നതും അത്തരത്തിലുള്ളത് ഒരുപാട് നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള പരസ്യമായിരുന്നു. അത് വേൾഡ് സ്മൈൽ ഡേക്കായിരുന്നു അവർ ആ സോങ്ങും പരസ്യം എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 750ഓളം ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവർ ആ പരസ്യം അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിൻ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഫോട്ടോസ് എല്ലാം ഇവരുടെ പാക്കേജിങ്ങിൽ ഇവർ പ്രിൻ്റ് ചെയ്യുക പോലും ഉണ്ടായി. ഇവിടെയാണ് നമ്മൾ പബ്ലിസിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളൊരു വിഷയം എടുത്ത് അതൊരു ക്യാമ്പയിനായിട്ട് മുന്നോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ അതിനെ ഉയർത്തിക്കൊണ്ട് വന്നോളും, ആൾക്കാർ തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചോളും. ഇതാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമെങ്കിലും വൺസ് അത് ആൾക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ അവർ എലിവേറ്റ് ചെയ്തോളും, നമ്മളെ ആൾക്കാർ വളർത്തിക്കോളും. ഇതാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ആ പബ്ലിസിറ്റി വളരെ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലേസ് ബ്രാൻഡ്. അവർക്ക് ലോകമെമ്പാടും ഏകദേശം 200ഓളം ഫ്ലേവേഴ്സ് ഇന്നുണ്ട്. അവർ പല രീതിയിലുള്ള കോമ്പറ്റീഷൻസ് നടത്താറുണ്ട്. അതിലൊന്നാണ് വളരെ യുണീക്കായിട്ടുള്ള ഫ്ലേവേഴ്സ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $1 മില്യൺ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നു എന്ന രീതിയിലുള്ള കോമ്പറ്റീഷൻസ് അവർ. കാരണം ഈ കോമ്പറ്റീഷൻ $1 മില്യൺ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഇത്തരത്തിൽ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് $10 മില്യണോ $20 മില്യൺ അവർക്ക് കച്ചവടം നടക്കുമായിരിക്കാം. അത്രത്തോളം പബ്ലിസിറ്റി അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ക്യാമ്പയിൻസും അഡ്വർടൈസ്മെൻറ്റ്സും എല്ലാം ചെയ്യുന്നത്.
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 1944 ആദ്യമായിട്ട് ടി വിയിൽ പരസ്യം കൊടുത്തുള്ള ബ്രാൻഡുകളിൽ ഒന്നായിരുന്നു ലേസ് എന്ന് പറയുന്നത്. 75 വർഷമായിട്ടും ഇന്നും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ബ്രാൻഡുകളിലൊന്നാണ് ലേസ് എന്ന് പറയുന്നത്. ലേസിൻ്റെ വളരെ യുണീക്കായിട്ടുള്ള ഫ്ലേവേഴ്സാണ് ഒന്ന് കാപ്പച്ചീനോ, ദെൻ വെജിറ്റബിൾ സൂപ്പ്, ബിയർ ആൻഡ് ബ്രാഡ്സ് തുടങ്ങിയിട്ടുള്ള ഫ്ലേവേഴ്സ് എല്ലാം. അവരുടെ ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് 50%-ലധികം മാർക്കറ്റ് ഷെയർ ആയിട്ട് അവരിന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. സോ പരസ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ പരസ്യങ്ങൾക്ക് പുറകിൽ അതൊരു സോഷ്യൽ കോസിൻ്റെ കാരണമാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഊന്നിപ്പിടിച്ചിട്ടാണ് നിങ്ങൾ പരസ്യം ചെയ്യുന്നത് എങ്കിൽ പിന്നീട് ആ പരസ്യത്തെ ആൾക്കാർ തന്നെ മുന്നോട്ടേക്ക് ഉയർത്തിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്യത്തിനോടൊപ്പം തന്നെ പബ്ലിസിറ്റി കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കുക. ഈ പബ്ലിസിറ്റിയാണ് ലേസിനെ വളർത്തിയത്. നിങ്ങളുടെ ബിസിനസ്സിനെയും വളർത്താനായിട്ട് ഈ പബ്ലിസിറ്റിക്ക് കഴിയട്ടെ. അപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ലേസിൻ്റെ ചരിത്രം മനസ്സിലായി കാണുമല്ലോ, ലേസ് എങ്ങനെയാണ് ഇന്ത്യയിൽ മുന്നോട്ടേക്ക് വളർന്നതെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ദിസ് സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.